അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 ബൈ സീക് തീറ്റ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര, അതായത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ, കോസിക് തീറ്റ പ്ലസ് കോഡ് തീറ്റ. അതായത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്പർ അല്ല, ഇതുപോലെ ക്വസ്റ്റ്യൻ പോലെ തന്നെ എന്തോ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. അതേ വാല്യൂ വരുന്ന ഓപ്ഷനാണ്, നമ്മൾ അതേ വാല്യൂ തന്നെ വരുന്ന ഓപ്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ ഏതാണോ ആംഗിൾ അല്ലെങ്കിൽ ഏത് ഈ ട്രിപ്ലറ്റാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് തന്നെ നമ്മൾ ഓപ്ഷൻസിലും ഓരോന്നിൽ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം ഓപ്ഷനിലുണ്ടായിരിക്കും. കാരണം ഓപ്ഷൻസ് എന്ന് പറയുന്ന നമ്പേഴ്സാണ്, മറ്റേതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ട്രിപ്ലറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 90ക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ ഇട്ട് കൊടുക്കുക. ആംഗിൾ ഇട്ട് കൊടുക്കുമ്പോൾ 1/0 പോലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഞാനിവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ഇട്ട് കൊടുക്കുകയാണ്. തീറ്റയ്ക്ക് 0 ഡിഗ്രി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നോക്കിയേ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0, 1 പ്ലസ് 0 പ്ലസ് കോസ് 0 എന്ന് പറഞ്ഞാൽ വീണ്ടും 1, ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 ഇൻറ്റു എത്രയാണ് 1 ബൈ സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ് കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ്. സോ 1 ബൈ സോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 ബൈ സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/1 അല്ല, അതിൻ്റെ റെസിപ്രോക്കൽ 1/1 തന്നെ വരും. സോ ഇവിടെ നോക്കിയാൽ 1 പ്ലസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2. സോ സിമ്പിളായിട്ട് നമുക്കിവിടെ ആൻസർ 2 എന്ന് കിട്ടി. ഓക്കെ, സിമ്പിളല്ലേ?